നമസ്കാരം കൂട്ടുകാരെ. അപ്പം ഇന്ന് ലെന്തിയായ വീഡിയോ ആണ് ഇടുന്നത്. ഷോർട്ടല്ല ഇടുന്നത്. എല്ലാവരും ഒരാൾ കമൻ്റ് അടി വന്നായിരുന്നു. ഷോർട്ട് വീഡിയോ ഇടാതെ വലിയ വീഡിയോ ഇടാൻ എന്നാ വിചാരിച്ച് വലിയ വീഡിയോ ഇടാന്ന്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ കയറി ഈ വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ ഇന്നലെ വൈകിട്ട് കൊണ്ട് വെച്ച കൂടാണ് എടുക്കാൻ വേണം. ഈ കൂട് വയ്ക്കുന്ന ഇത് മാത്രം എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വല ഇടാനൊന്നും സൗകര്യമില്ല. കാര്യം ഭയങ്കര വെള്ളമാണ്. വലയൊന്നും കെട്ടിയാൽ നിൽക്കില്ല. അതാണ് കൂട് വെച്ച് മീൻ പിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കൂട്ടിൽ കിട്ടിയ മീനാണ് ഈ മീൻ. അത് മൊത്തം കരിയിടയാണ്. ഇവിടെ കരിയിട എന്ന് പറയും, ചില സ്ഥലത്ത് വാലിപ്പുള്ളി എന്നൊക്കെ പറയും. അതാണ്. പിന്നെ നമ്മൾ ഈ മീൻ പിടിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കും. പിന്നെ ആവശ്യക്കാർക്ക് കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ആവശ്യത്തിന് എടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യണം. അല്ലാതെ വേറെ വീഡിയോ ഇടാൻ പാങ്ങില്ല. കാര്യം വലയൊന്നും കെട്ടാൻ പറ്റുകയൊന്നുമില്ല. പിന്നെ ചൂണ്ടയിടക്കം കുറേ ചെറിയ പള്ളത്തി മാത്രമേ ചൂണ്ടയിലേക്ക് പിടിക്കുകയുള്ളൂ. പിന്നെ ഈ കുത്തു ചൂണ്ടയൊക്കെ ഇടണമെന്ന് വെച്ചാൽ കുത്തു ചൂണ്ടയും ഇടാൻ പറ്റില്ല. ആറ്റിൽ ഭയങ്കര വെള്ളമാണ്. നമ്മൾ കാണും പോലെയല്ല, വെള്ളം മാത്രമല്ല ഒഴുക്ക്, ഭയങ്കര ഒഴുക്കാണ് ഈ ആറ്റിൽ. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കൂട്ടിൽ തീറ്റി വെച്ച് മീൻ പിടിക്കുന്ന വീഡിയോ ഇടാൻ മാർഗ്ഗമുള്ളൂ, വേറെ മാർഗ്ഗമില്ല. വലയൊക്കെ കെട്ടാനെന്ന് വെച്ചാൽ വല കെട്ടുക, മീൻ പിടിക്കണമൊക്കെ കാണിക്കണമെന്നുണ്ട്. പക്ഷേ സംഗതി ഇതാണ് കുഴപ്പം. വെള്ളം കൂടുതൽ, ഒഴുക്ക് ഭയങ്കര ഒഴുക്കായതുകൊണ്ട് വലയൊക്കെ കെട്ടിക്കരെ രണ്ടാറ്റ് മുറിഞ്ഞു പോകും. രണ്ടാറ്റ് മാറ്റാത്തല്ല, ചെന്നാൽ പിന്നെ മുറിഞ്ഞു പോകും. വലയൊന്നും കെട്ടാൻ പറ്റില്ല. വല കെട്ടാൻ ഒരു കളി നടക്കില്ല. അതേ കൊണ്ടാണ് വല കെട്ടാൻ വീഡിയോ ഒന്നും ഇടാത്തത്. ഇത് ഇന്നലെ രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പം കൊണ്ടുവച്ച കൂടാണ്. കൊണ്ടുവച്ച് അതിനകത്ത് തീറ്റയും സെറ്റ് ചെയ്തിട്ട് പോയി. രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് പോയി എടുത്തത്. 10 മണി വരെ സമയം കൊടുക്കണമെന്ന് കഴിഞ്ഞാൽ അത് മീൻ തീറ്റ തീരുന്നവരെ അത് മീൻ തിന്ന് അതിനകത്ത് കിടന്നോളും, ഇറങ്ങി പോവില്ല. തീറ്റ തോന വെച്ചാൽ തോന മീൻ കിട്ടും. തീറ്റ ശകലമാണ് വയ്ക്കണമെങ്കിൽ ശകല മീൻ വയ്ക്കും. അപ്പോൾ നമ്മൾ തീറ്റ വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിത്തീറ്റ, ഉലുവയും ഗോതമ്പ് പൊടിയും ഒക്കെയാണ് വയ്ക്കുന്നത്. അതൊക്കെ വെച്ചാൽ പിന്നെ തോന മീൻ കയറും. അത് നമ്മൾ തീറ്റ വയ്ക്കാതെയൊന്നും കൂട് കൊണ്ട് വെച്ച് ഒന്നും കയറിയൊന്നുമില്ല. തീറ്റ ശകലമൊക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് തിന്നുകൊണ്ട് ഇറങ്ങിപ്പോവും. അത് കറങ്ങി ചിലപ്പോൾ വാതിൽ കണ്ടുപിടിക്കുകയെങ്കിൽ അത് ഇറങ്ങിപ്പോവും. അപ്പോൾ തീറ്റ നമ്മൾ വെക്കാൻ നേരത്ത് മാക്സിമം തോന വയ്ക്കുക. തോന വെച്ചാൽ അത് കാര്യമുള്ളൂ. തോന വയ്ക്കണമെങ്കിൽ നല്ല ചിലവാണ്. ഒരു ദിവസം ഒരു കിലോ തീറ്റ വേണം. 2 നേരം ഒരു നേരം അര കിലോയെങ്കിലും വെക്കണം. എല്ലാം കൂടെ ചേർത്ത് 1 കിലോയെങ്കിലും വെക്കണം. മാവും പിന്നെ ഉലുവയും എല്ലാം കൂടെ ചേർത്ത് 1 കിലോയെങ്കിലും വെക്കണം. വെച്ചാലേ മാത്രമേ ഇത്ര മീനൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത്ര മീനൊന്നും കിട്ടില്ല. അത് തിന്നുകൊണ്ട് അതിൻ്റെ പാട്ടിന്. അത് വെക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ താത്ത് വെക്കണം. അത് ശകല വയന്ന് പോയാൽ മതി. അത് അടി കൂടെ വന്ന് തിന്നുകൊണ്ട് പോകും. പിന്നെ കൂട്ടിൽ കയറില്ല. അത് അടി കൂടെ വന്ന് തിന്നുകൊണ്ട് പോകും. അതേക്കൊണ്ട് ഇതേപോലെ കൂട് വയ്ക്കുന്നവർ അത് അടിയിൽ മുട്ടിച്ച് താത്ത് വയ്ക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ കൂട് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതേപോലെ കൂട് വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ തീറ്റ അടിയിൽ ചേർത്ത് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും മീൻ കിട്ടില്ല. പരമാവധി തറയിൽ മുട്ടിയിരിക്കണം.
അങ്ങനെ വേണം തീറ്റ വയ്ക്കാൻ. ഉണ്ടോ, ഇത് ആരും ഇങ്ങനെ കാണുമ്പോഴല്ല, വലിയ ഒഴുക്കാണ്, നല്ല ഒഴുക്കാണ്. അപ്പോൾ മീൻ നമ്മൾ ഈ മീൻ കയറണയിൽ തന്നെ മീൻ എടുക്കുന്നത്. അപ്പോൾ മീൻ എടുക്കാൻ നേരത്ത് താമസം വരും. അത് കയറുന്ന വഴി ചെറിയ വഴി കൂടെ എടുക്കാൻ പറ്റുള്ളൂ, ഇല്ല മറ സൈഡിൽ കൂടെ എടുക്കാൻ, അത് അഴിക്കാൻ മേടിച്ച് പിന്നെ അതെടുക്കില്ല. അത് അഴിച്ചാൽ വലിച്ച് കെട്ടണ കാര്യമൊക്കെ പാട്. അതുകൊണ്ടാണ് പിന്നെ അത് ഇങ്ങനെ എടുക്കുന്നത്. വേറെ വീഡിയോ ഒക്കെ ഇടണമെന്നുണ്ട്, പക്ഷേ വീഡിയോ ഇടാൻ വേറെ മാർഗമില്ല, അതാണ് പ്രശ്നം. അല്ലാതെ ഒരു കമൻറ്റ് വന്നായിരുന്നു, ഈ വെറും മീൻ പിടിക്കണ മാത്രമേ ഉള്ളാന്ന്. അല്ലാതെ വേറെ മാർഗമില്ല. ഈ മഴ പരുവത്ത് വേറെ എന്തൊരു ചെയ്യാൻ, ഇവിടെ എല്ലാം മഴയാണ്. അപ്പം മഴയും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇതേ മാർഗമുള്ളൂ. അപ്പം എല്ലാവരും കണ്ട് സഹകരിക്കുക. വേറെ വീഡിയോകളൊക്കെ ഇടും. ഈ വെള്ളം ഒന്ന് വലിയട്ടെ, വെള്ളം ഒന്ന് താരട്ടെ. വെള്ളം താന്നാലേ ഈ മീൻ വേറെ വെറൈറ്റി മീനൊക്കെ പിടിക്കും, കാണിക്കും. ഇതാണ് ഇതിൻ്റെ സംഭവം. നമ്മൾ മീൻ പിടിച്ച് തീർന്നിട്ട് ഞങ്ങൾ ഇത് കൊടുക്കും, ആവശ്യക്കാർക്ക് കൊടുക്കും. ഫോണിലൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. കിലോ 300 പല റേറ്റിലാണ് കൊടുക്കണം. 300 വലിയ മീനൊക്കെ ആണെങ്കിൽ റേറ്റ് കൂടും. ഈ സൈസൊക്കെ 300 രൂപയുള്ളൂ കിലോ. ഫ്രഷ് മീനെ കൊടുക്കുകയുള്ളൂ, അല്ലാതെ പിന്നെ മീൻ പിടിച്ച ഉടനെ കൊടുക്കുകയാണ്, അല്ലാതെ വെച്ചിരുന്ന് കൊടുക്കൂല. അത് കൊടുക്കുക ആളില്ലെങ്കിൽ നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കും. അതാണ് പരിപാടി. അപ്പോൾ നമുക്ക് ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യൂല, ലൈക്കും ചെയ്യൂല, കമൻറ്റും ചെയ്യൂല. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് അത് നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് സബ്സ്ക്രൈബും ചെയ്യൂല. ചെയ്യണവർക്ക് ഉണ്ട്, ചെയ്യാത്തവർ ഒത്തിരി പേര്, ചെയ്യണവർ വളരെ കുറച്ച് പേര്, ചെയ്യാത്തവരാണ് കൂടുതൽ. ചെയ്യണവർ ചിലപ്പോഴേ ഈ വീഡിയോ കാണുള്ളൂ, ചിലപ്പോൾ കാണുകയില്ല. അത് അങ്ങനെയും കൂടെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമ്മളെ ചാനലിന് വ്യൂ കൂടുകയുള്ളൂ. പരമാവധി ആൾക്കാരും സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് ആണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ ചാനലിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനാണ് അഭ്യർത്ഥിക്കുന്നത്. നമ്മളെ ചാനൽ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ അടിച്ചാലേ ഈ ചാനൽ മുമ്പോട്ട് നീങ്ങി പോകുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചാനൽ മുമ്പോട്ട് പോകില്ല. നമ്മളെന്നും വീഡിയോ ഇടാമെന്ന് മാത്രമേ ഉള്ളൂ. ചാനലൊന്നും പിന്നെ യൂട്യൂബ് തന്നെ എടുത്ത് കളയും ഈ വീഡിയോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം നമ്മൾ ഈ കഷ്ടപ്പെട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിടാൻ നേരത്തെ ആരും കണ്ടിട്ട് ഒരു ലൈക്ക് പോലും ചെയ്യൂല. അതൊക്കെ നമ്മളൊരു വീഡിയോ കഷ്ടപ്പെട്ട് നമ്മൾ എടുത്ത് അതിനെ ഇടാൻ നേരത്ത് അതൊരു ഒരു എന്താ പറയുക, നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത വ്യൂവും കിട്ടൂല. അതൊക്കെ ആകുമ്പോൾ മനസ്സിന് ഒരു വേദനയാവും. നമ്മളൊരു ചാനൽ നമ്മൾ തുടങ്ങി ആരും കാണാതെ എടുക്കാതെ ഇരുന്ന് കാണുന്നവരൊരു ലൈക്ക് പോലും ചെയ്യൂല. അങ്ങനെയൊക്കെ ആണ് ഇപ്പോഴത്തെ കാര്യം. ഇപ്പോൾ 3-4 ദിവസം കൊണ്ട് വീഡിയോ ഇടുന്നതിൽ വ്യൂ പോലും കിട്ടില്ല. ആദ്യം 1000 2000 പേരെ കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്ത്
1000 പേരാ കണ്ടുകൊണ്ടിരുന്നവർക്ക് ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കുമ്പോൾ അറിയാം എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന്. അത് നല്ല വീഡിയോ എന്ന് വെച്ചാൽ നല്ല വീഡിയോ ആണ് എടുത്തിട്ടത്. അത് കയറി കാണാൻ ആളില്ലായിരുന്നു. അതൊരു വല്ലാത്തൊരു സംഭവമായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും അങ്ങ് കുറയുമെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. ഇനി ആരും കയറി കാണാത്തതാണ്, ഇനി അല്ലേ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇനി ഈ ചാനൽ കാണുന്നവരെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ, ചെയ്യാതെ പോകരുതേ. ഒരു ലൈക്കെങ്കിലും അടിക്കണേ. സബ്സ്ക്രൈബർ ഇപ്പം ഒരു 25 പേര് കൂടെ ഉണ്ടെങ്കിൽ 500 സബ്സ്ക്രൈബറാവും. ഇപ്പം 25 പേരില്ല, 500 ഹാഫ് മോണിറ്റേഷന് പോലും ആളില്ല. ഹാഫ് മോണിറ്റേഷൻ ആവണമെങ്കിൽ 500 പേര് വേണം. അപ്പോൾ അതിന് പോലും ആൾ ഇതുവരെ വന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളോട് ഈ ചെറിയ ചാനൽ നമ്മളോട് ഒന്ന് സഹകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരോടും നമ്മൾ അഭ്യർത്ഥിക്കാനെങ്കിൽ പറ്റൂ. കാര്യം ഒരാൾ മനസ്സറിഞ്ഞ് ചെയ്യണ്ടേ. മനഃപൂർവ്വം ചെയ്യില്ലെന്ന് പറഞ്ഞിരുന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാവർക്കും നന്ദി.